ഞാൻ യാദൃശ്ചികമായിട്ടൊരു ദിവസം ഇരുന്നപ്പോൾ വൈകിട്ട് എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു, തൂങ്ങി മരിച്ചവൻ്റെ പൂച്ച സ്റ്റാർട്ടഡ് ഫോളോയിങ് യു. യഥാർത്ഥത്തിൽ ഇപ്പോൾ കുറേ പുസ്തകങ്ങൾ, ഇഷ്ടംപോലെ പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ടല്ലോ. ഒരു കോമ്പറ്റീഷൻ ഫീൽഡായി മാറി ബാക്കിയുള്ളതിനേക്കാളെല്ലാം. എനിക്കിഷ്ടമല്ല എന്ന് കരുതി ഒരു പുസ്തകം മോശമാവണമെന്നില്ല, അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ടാവും. എനിക്ക് സുഭാഷ് ചന്ദ്രനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനുഷ്യനൊരാമുഖം വായിച്ചിട്ട് എങ്ങനെയെങ്കിലും ഈ മനുഷ്യനൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് നടന്ന ഒരാളായിരുന്നു ഞാൻ. ആസ് ആൻ ഇൻഫ്ലുവൻസർ നിങ്ങൾക്ക് ഇതുവഴി ചെമ്പ് കിട്ടുന്നുണ്ടോ? ഓ ഇല്ല ഇല്ല, ബുദ്ധിമുട്ടാണ്. ഇങ്തിങ്കിൻ്റെ 3ാമത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് 2 ബുക്ക് ഇൻഫ്ലുവൻസേഴ്സാണ്. ഇപ്പോൾ എല്ലാ കാര്യത്തിലും ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലോ പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇത് 2 ബുക്ക് ഇൻഫ്ലുവൻസേഴ്സാണ്. ഒരാൾ ആൾക്കൂട്ടത്തിലൊരുവൻ, മറ്റേയാൾ RJ ചച്ചു. സ്വാഗതം. താങ്ക് യു. അപ്പോൾ ഈ ആൾക്കൂട്ടത്തിലൊരുവൻ RJ ചച്ചു, നിങ്ങൾക്ക് ഇനി ഈ ആൾക്കൂട്ടത്തിലൊരുവൻ എന്നുള്ളതല്ലാതെ എന്താണ് നിങ്ങളുടെ ശരിക്കുള്ള പേര്, എന്താണ് ചെയ്യുന്നതെന്ന് ആദ്യം ഒന്ന് പറയാം. എൻ്റെ പേര് ശരൺ രാജീവ് എന്നാണ്. ഞാനിപ്പോൾ നിലവിൽ PG ചെയ്യുകയാണ് നിയമത്തിൽ. കുസാറ്റിൽ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ PG ചെയ്യുന്നു. RJ പ്രൊഫഷൻ അത് തന്നെയാണ്. ഓക്കെ. ഇപ്പോൾ ഖത്തറിൽ റേഡിയോ സുനോയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ എല്ലാ കാര്യത്തിലും എന്താണ്, സൂപ്പർ സ്റ്റാർ വന്നിട്ട് ഒരു പ്രോഡക്റ്റ് നല്ലതാണെന്ന് പറഞ്ഞാലും അതിനേക്കാൾ കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നത് ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ്. അങ്ങനെയാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബുക്ക് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് പുതിയൊരു വിഭാഗം മനുഷ്യരാണ്. അപ്പോൾ അതിൽ ഉള്ള 2 പേരാണ് നിങ്ങൾ. എങ്ങനെയാണ് നിങ്ങൾ ഈ ബുക്ക് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തിയത്? ഒരു ബുക്ക് ഇൻഫ്ലുവൻസർ ആയിട്ട് വന്നതല്ല യഥാർത്ഥത്തിൽ. ഇപ്പം ഞങ്ങളുടെ റേഡിയോയിൽ എല്ലാ വീക്കിലും ഒരു ഡിജിറ്റൽ കണ്ടൻറ്റ് കൊടുക്കണമായിരുന്നു. അന്ന് ഇൻസ്റ്റഗ്രാമില്ല, ഫേസ്ബുക്കിലാണ് ഇട്ടുകൊണ്ടിരുന്നത്. ആ സമയത്ത് അത് നമുക്കൊരു റുട്ടീനായിരുന്നു. ആഴ്ചയിലൊരു പുസ്തകം വായിക്കുക, അതിൻ്റെ ഒരു റിവ്യൂ ചെയ്ത് ഇടുക എന്നുള്ളത്. പിന്നീടാണ് കുറച്ചുകൂടെ എളുപ്പം ഒരു സിനിമ കണ്ടിട്ട് ചെയ്യുന്നതായിരുന്നില്ലേ? അല്ല, സിനിമ കാണുന്നത് പോലെയില്ല. പണ്ട് മുതലേ വായിക്കാൻ ഇത്തിരി താല്പര്യമുള്ളത് കൊണ്ട് തന്നെ പിന്നെ വേറെ ആരും പുസ്തകം അന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പുസ്തകം എടുത്തു. അങ്ങനെയാണ് ഒരു റിവ്യൂസ് എന്നേ പറയാൻ അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഇൻസ്റ്റഗ്രാം വന്നതിന് ശേഷമാണ് അത് മാറി ഇൻഫ്ലുവൻസേഴ്സിനായി മാറിയത്. പിന്നെ അത് തുടരാമെന്ന് വെച്ചു. പിന്നെ വായന നിർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു പുസ്തകം വായിക്കുമ്പോൾ 2 പേരധികം വായിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അത് തുടരുന്നു. ആൾക്കൂട്ടത്തിലൊരുവൻ എങ്ങനെ സംഭവിച്ചു? ചെറുപ്പം മുതൽ വായിക്കുമായിരുന്നു. പിന്നെ അച്ഛൻ അത്യാവശ്യം നന്നായിട്ട് വായിക്കുമായിരുന്നു. അപ്പോൾ അച്ഛനാണ് വീട്ടിലേക്ക് പുസ്തകങ്ങളൊക്കെ ആയിട്ട് എന്നെ ആദ്യം പരിചയപ്പെടുത്തുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. ഇത് കഴിഞ്ഞിട്ടൊരു കാലം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാം തുടങ്ങി, ഫേസ്ബുക്കൊക്കെ അക്കൗണ്ട് തുടങ്ങി. അവിടെയൊക്കെ വീഡിയോകൾ ചെയ്യുമായിരുന്നു. ഒരു ദിവസം യാദൃശ്ചികമായിട്ട് ഒരു പുസ്തകത്തിൻ്റെ വീഡിയോ ചെയ്യുന്നു, അത് വൈറലാവുന്നു. പിന്നീട് വായിക്കുന്ന നല്ല പുസ്തകങ്ങൾ എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നത് ഞാൻ ബാക്കിയുള്ളവർ, ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിരുന്നു അന്ന് കണ്ടുകൊണ്ടിരുന്നത്, അപ്പോൾ അവർക്കായിട്ട് പങ്കുവയ്ക്കുന്നു. അപ്പോൾ അത് കാണുന്നവരിൽ നിന്ന് നല്ല പ്രതികരണങ്ങളൊക്കെ വരുമ്പോൾ നമുക്കും അത് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഇഷ്ടം, വായനയോടുള്ള ഇഷ്ടം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ വീഡിയോകൾ എനിക്ക് തോന്നുന്ന ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരു വീഡിയോ ആക്കി അവതരിപ്പിക്കും. അത് സ്വാഭാവികമായിട്ടും കാണുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ കാണുമ്പോൾ ഇത് ചെയ്ത് നന്നായി, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആവാമായിരുന്നു എന്നൊക്കെ അഭിപ്രായങ്ങളൊക്കെ വരും. എങ്ങനെ ഈ പേര് വന്നത് ആൾക്കൂട്ടത്തിലൊരുവൻ? അത് ആക്ച്വലി ആ സമയത്ത് തുടങ്ങിയ സമയത്ത് പേരിടുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ പേര് അജിൻ പോപ്സ് അല്ലെങ്കിൽ അൻസിൽ സ്മോക്കീസ്, ഇങ്ങനത്തെ ഒരു ട്രെൻഡിങ്, അങ്ങനത്തെ ഒരു വല്ലാത്തൊരു കാലമായിരുന്നു അത്. അപ്പം അന്ന് സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മുടെ ഒറിജിനൽ നെയിമുകളെ കഴിഞ്ഞും കൂടുതലായിട്ട് ഈ പറഞ്ഞതുപോലെ പോപ്സ്, അക്സ്, അങ്ങനത്തെ പേരുകളായിരുന്നു കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു വെറൈറ്റി രീതിയിൽ മലയാളത്തിൽ എന്തെങ്കിലും ഇടണമെന്ന് തോന്നി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞതുപോലെ യാതൊരു പ്രിവിലേജുകളൊന്നും ഇല്ലാതെ ആൾക്കൂട്ടത്തിലെ ബാക്കി എല്ലാവരെയും പോലെ ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ എന്ന രീതിയിലാണ് ആൾക്കൂട്ടത്തിൽ ഒരു എന്നുള്ള പേരിട്ടത്. ആ പേരിട്ടപ്പോഴും എനിക്ക് ആദ്യം ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. കാരണം സ്വന്തം പേരല്ല, അപ്പോൾ എന്തെങ്കിലും ആൾക്കാർക്ക് എന്ത് തോന്നുന്നു എന്നൊക്കെ തോന്നുന്നു എനിക്കൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ അത് 2 ദിവസം കൊണ്ട് മാറി. കാരണം നമുക്ക് തിരിച്ചിങ്ങനെ ഫോളോ ചെയ്യുമ്പോഴും ലൈക്ക് ചെയ്യുമ്പോഴൊക്കെ ആൾക്കാരുടെ നോട്ടിഫിക്കേഷൻ വരുമല്ലോ. അപ്പോൾ ഞാൻ യാദൃശ്ചികമായിട്ടൊരു ദിവസം ഇരുന്നപ്പോൾ വൈകിട്ട് എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു, തൂങ്ങി മരിച്ചവൻ്റെ പൂച്ച സ്റ്റാർട്ടഡ് ഫോളോയിങ് യു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിട്ടത് അധികം മോശമല്ലാത്തൊരു പേരാണെന്ന്. പിന്നെയും വന്നിട്ടുണ്ട് അങ്ങനെ, ശവപ്പെട്ടി സ്റ്റാർട്ടഡ് ഫോളോയിങ് യു. അങ്ങനെ കുറേ റാൻഡമായിട്ടുള്ള പേരുകൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ, വലിയ തരക്കേടില്ലാത്തൊരു പേരാണ്. ബേസിക്കലി ആൾക്കൂട്ടത്തിൽ ഒരുവൻ അന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞതുപോലെ ആൾക്കൂട്ടത്തിൽ കുറച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ
ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, മറ്റ് പ്രിവിലേജുകളൊന്നുമില്ലാത്ത എന്നാൽ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്ന നിലയിലാണ് ആ പേരിലേക്ക് എത്തിയത്. ഇപ്പം നമ്മളൊരു പുസ്തകം വായിക്കുന്നു, നമുക്കത് ഇഷ്ടപ്പെടുന്നു, എന്നിട്ട് ഇത് വളരെ സബ്ജക്റ്റീവാണല്ലോ, അതായത് ഓരോരുത്തരുടെ ഇഷ്ടം ഓരോ രീതിയിലാണ്. നമുക്ക് വായിച്ച് ഇഷ്ടപ്പെട്ടൊരു പുസ്തകം നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളതിലൊരു വീഡിയോ ചെയ്തിടുമ്പോൾ അതിനകത്തൊരു പ്രശ്നമുണ്ടോ? അതായത് നമ്മളങ്ങോട്ട് ഇൻജെക്റ്റ് ചെയ്യല്ലേ, ഇത് അടിപൊളിയാണ്, ശരിക്കും അത് അടിപൊളിയാണോ അല്ലെന്ന് തീരുമാനിക്കേണ്ടത് വേറൊരു ഭാഗമല്ലേ? അതെല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ പുസ്തകത്തിൽ മാത്രമല്ല. ഇപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടൊരു സിനിമ വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. ഇല്ല. അപ്പോൾ പുസ്തകവും അതുപോലെ തന്നെയാണ്. അതിന് ഓരോ കാറ്റഗറി വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും. ചെറുകഥകൾ മാത്രം വായിക്കുന്ന ആൾക്കാരുണ്ടാകും, നോവലുകൾ വായിക്കുന്ന, അതല്ലാത്ത ബുദ്ധിജീവികൾക്ക് മാത്രമുള്ള പുസ്തകങ്ങളുണ്ടാകും. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പം ഈ ശരൺ പറഞ്ഞതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾ വായിച്ചിരിക്കുക എന്നാണ് ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനൊരു പുസ്തകം വായിച്ചത് നന്നായിരിക്കുമ്പോൾ എനിക്ക് നന്നായി എന്ന് തോന്നുന്നത് വളരെ ലൈറ്റായിട്ടുള്ള പുസ്തകങ്ങളാണ്. അധികം സാഹിത്യത്തിൻ്റെ പരമോന്ന കോടിയിലൊന്നും കയറുന്ന പുസ്തകങ്ങൾ എല്ലാവർക്കും വായിക്കാൻ പറ്റണമെന്നില്ല. പ്രത്യേകിച്ചിട്ട് ഈ കാലഘട്ടത്തിലെ കുട്ടികളൊന്നും അങ്ങനെ ഒരു വലിയ കടിച്ചാപ്പൊട്ടത്തെ സാഹിത്യമൊന്നും വായിക്കും തോന്നണില്ല. കാരണം കാലഘട്ടം മാറി വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നീങ്ങണം. ഇപ്പോൾ ഞങ്ങളെല്ലാവരും പറയാറുണ്ട്, അതായത് ചവറ് പുസ്തകങ്ങൾക്ക് വരെ നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രൊമോഷൻ കൊടുക്കണം. നമ്മൾ പ്രൊമോഷൻ അല്ല കൊടുക്കണത്. നമ്മൾ വായിച്ചൊരു പുസ്തകം എനിക്കിഷ്ടപ്പെട്ടു, അത് നിങ്ങൾ കൂടി വായിക്കൂ. ചവറ് പുസ്തകങ്ങൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ടോ? ഇല്ല കൊടുക്കാറില്ല. വായിച്ച് ഉറപ്പാണ്, ഞങ്ങൾക്ക് വായിച്ച് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ മാത്രമാണ്. അല്ലാത്ത പറയാറുണ്ട് കേട്ടോ. അതിപ്പോൾ അത് എഴുതുന്ന ഒരാൾക്കോ അതൊരു വായിച്ച ഒരാൾക്കോ ചിലപ്പോൾ അതങ്ങനെ മോശം എന്നല്ല പറയുന്നത്, പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടെ നല്ലൊരു പുസ്തകം കാണുമ്പോൾ നമ്മൾ അതെടുത്തിട്ട് അത് ഇൻജെക്റ്റ് ചെയ്യുന്നതൊന്നുമല്ല. താല്പര്യമുള്ളവർക്ക് വായിക്കാം, അത്രമാത്രമേ. പക്ഷെ വായിക്കണമെന്ന് തോന്നുമ്പോൾ ഓക്കെ, ഇന്നൊരു പുസ്തകം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്നാൽ അതെടുത്ത് വായിക്കാം എന്നവർക്ക് തോന്നിയാൽ അതെടുത്ത് വായിച്ചോട്ടെ. അല്ലാതെ ഒരിക്കലും ഇൻജെക്ഷൻ അല്ല, ഒരു പ്രൊമോഷനോ അല്ല. അല്ല, സിനിമയെ പോലെയോ ഭക്ഷണത്തെ പോലെയോ അല്ലാതെ മലയാളി ഇതിനൊരു കുറച്ചും കൂടി ഒരു വലിയ വാല്യൂ കൊടുക്കുന്നുണ്ടല്ലോ പുസ്തകത്തിന്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം എന്ന് പറയാനൊരു പുസ്തകം ഇല്ല ആക്ച്വലി. അങ്ങനെ പുസ്തകം എന്നല്ല, ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ അങ്ങനെ ഒരാളില്ല ആക്ച്വലി. നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും, ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാവും, ഇഷ്ടപ്പെടാത്ത ഭക്ഷണം ഉണ്ടാവും. അത് വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കിഷ്ടമല്ല എന്ന് കരുതി ഒരു പുസ്തകം മോശമാവണമെന്നില്ല, അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ടാവും. പിന്നെ ഞാനങ്ങനെ പ്രൊമോഷണലായിട്ട് പുസ്തകങ്ങളെ പറ്റി സംസാരിക്കാറില്ല. കാരണം ഇപ്പം അതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിൽ രണ്ടാമൂഴ ഖസാക്കിൻ്റെ ഇതിഹാസം ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശരൺ രാജീവ് സംസാരിച്ചിട്ട് വേണ്ട MT വാസുദേവൻ നായരുടെ പുസ്തകത്തെ മലയാളികൾക്ക് അറിയാൻ വേണ്ടിയിട്ട് എന്നുള്ളത് അതൊരു കോമൺ കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാനൊരു കോളേജിലൊരു ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ, ഒരു വിദ്യാർത്ഥി, അദ്ദേഹം എണീറ്റ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചിട്ട് അത്രയ്ക്ക് കണക്റ്റഡ് ആയിട്ടില്ല, ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് ആ സമയത്ത് തോന്നിയത് ആ തുറന്നു പറച്ചിലിനൊരു നല്ല കയ്യടി കൊടുക്കാനാണ് തോന്നിയത്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഇടയ്ക്ക് ഒരു ചിന്താഗതി വന്നിട്ടുണ്ട്. അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് നാട്ടുകാർ മുഴുവൻ പറയുന്ന ഒരു സാധനം ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്നൊരു ഇതുണ്ട്. എനിക്ക് കണക്റ്റഡ് ആവുന്ന കാര്യങ്ങളായിരിക്കും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഇപ്പം ഞാൻ കടന്നു പോയിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ ഉള്ള ഒരു എഴുത്ത്, അല്ലെങ്കിൽ ഒരു സിനിമ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കണ്ടുമുട്ടുമ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അവരുമായിട്ട്. അതല്ലാത്ത ഒരാൾ, ഇപ്പം ഞാൻ ഇന്നേ വരെ കാണാത്ത ഒരു സ്ഥലമോ അല്ലെങ്കിൽ ഇന്നേ വരെ അനുഭവിക്കാത്ത ഒരു തരത്തിലുള്ള, എനിക്ക് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു എഴുത്തിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അത് തീർത്തും വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നമ്മുടെ ജീവിതമായിട്ട് കുറച്ചുകൂടി എങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നിങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യുന്ന പുസ്തകങ്ങൾ മാത്രമാണ് പരിചയപ്പെടുത്തുന്നത്, അതും ആരോടും അങ്ങനെ നിർബന്ധിക്കൊന്നുമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ പൊതുസമൂഹത്തിന് ഇത് കാണുന്ന ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിലും ആളുകൾ എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, അതിൽ നിന്ന് വളരെ കുറച്ച് പുസ്തകങ്ങൾ സമയം കിട്ടുമ്പോൾ പരിചയപ്പെടുത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന അതിഭീകര വായനക്കാരാണ് എന്നുള്ളതാണ് പൊതുവിൽ ഞാനും അങ്ങനെയാണ് കേട്ടോ മനസ്സിലാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു വായനയുടെ രീതി? ഒരു ദിവസം എന്തുമാത്രം സമയം ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് വായിക്കാൻ വേണ്ടിയിട്ട്?
അങ്ങനെ ഭീകരമായിട്ടുള്ള വായനയല്ല യഥാർത്ഥത്തിൽ. വായിക്കുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. നമ്മുടെ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. നമുക്ക് പല്ല് തേച്ചിട്ടില്ലെങ്കിൽ ഒരു ദിവസം എന്തോ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെയാണ് ഒരു പുസ്തക വായന എന്ന് പറയുമ്പോൾ. എന്ന് വെച്ചാൽ ഒരു ദിവസം വായിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല എന്നല്ല, പക്ഷേ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. വായിച്ചാലും ഉറക്കം വരും. പക്ഷേ ചില പുസ്തകങ്ങൾ അങ്ങനെയല്ല. ഞാൻ പറയാം, സോണിയ ചെറിയാൻ്റെ സ്നോ ലോട്ടസ് കയ്യിൽ കിട്ടിയ സമയത്ത് ഇത് അത്യാവശ്യം പേജുകളുള്ള പുസ്തകമാണ്. അപ്പോൾ ഇത് വായിക്കാൻ തുടങ്ങണത് എനിക്ക് തോന്നുന്നു ഒരു 7:30-8 മണി. എൻ്റെ മകൻ പഠിക്കാനിരിക്കുമ്പോഴാണ് ഞാൻ നോർമലി അവൻ പഠിക്കുന്നു, ഞാൻ വായിക്കുന്നു. അപ്പോൾ വായിക്കാനിരുന്നു. അവൻ്റെ പഠിത്തം കഴിഞ്ഞ് അവൻ ഉറങ്ങാൻ കിടന്നപ്പോൾ എനിക്കിത് താഴെ വയ്ക്കാൻ തോന്നിയില്ല. ഞാനത് കംപ്ലീറ്റ് വായിച്ചു. എനിക്ക് തോന്നണം ഒരു 2:30 മണിയോ 3 മണിയായപ്പോൾ അത് തീർന്നു. അപ്പോഴാണ് ആ പുസ്തകം മടക്കി വെച്ചത്. അങ്ങനെ ഒറ്റ വായനയിൽ തീരുന്ന പുസ്തകങ്ങളുണ്ട്. ആത്രേയകം അങ്ങനെ ഒരു പുസ്തകമായിരുന്നു. അങ്ങനെ ഇത് രണ്ടും മാത്രമല്ല, ചിലത് അങ്ങനെയല്ല. ചിലത് ഒരിക്കൽ വായിച്ചു കഴിഞ്ഞാൽ മടക്കി വയ്ക്കും. പിന്നെ ചിലപ്പോൾ വേറൊരു പുസ്തകം വായിച്ച് തീർന്നു കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ ഇത് എടുക്കണത്. പിന്നെ ഇപ്പം നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്നു, എത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. എല്ലാവരും ചിലപ്പോൾ റീൽസ് കണ്ടിരിക്കുകയും ഇപ്പോൾ പബ്ലിക്കായിട്ട് അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത്. ആ സമയത്ത് വായിക്കാനിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വായന പോണത്. അല്ലാതെ വായന എന്ന് പറഞ്ഞൊരു സമയമോ ഒന്നുമില്ല. പക്ഷെ വായിക്കാൻ കുറച്ച് സമയം ഉണ്ട്. എങ്ങനെയാണ് വായിക്കുന്നത്? ഞാനങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ട് ഇത്ര സമയം ദിവസം മാറ്റി വയ്ക്കുന്ന ആ ഒരു കാറ്റഗറി ആളല്ല ആക്ച്വലി. കാരണം ഈ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ PG ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പഠിക്കുന്ന ഒരുപാട് തിരക്കും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആൽഗോരിതം നോക്കി ആഴ്ചയിൽ 1 വീതം 3 നേരം അങ്ങനത്തെ ഒരു രീതിയിലല്ല ഞാൻ ചെയ്യുന്നത് ആക്ച്വലി. പക്ഷെ മെറ്റയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഏതാ മെറ്റ? ഇൻസ്റ്റാഗ്രാമിൻ്റെ. മെറ്റ ശ്രദ്ധിച്ചാലില്ലെങ്കിലും നമുക്ക് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ചിലതൊക്കെ വൈറലാവണത്. പക്ഷേ അത് പലപ്പോഴും പറ്റാറില്ല. ആഗ്രഹം ഉണ്ടാവും ഇത് പറഞ്ഞതുപോലെ റെഗുലറായിട്ട് ചെയ്യണം എന്ന്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മുടെ വേറെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ബാക്കി ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ തിരക്കി പെട്ടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും പഠനത്തിൻ്റെ കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വീട്ടിൽ ഓരോരോ ആവശ്യങ്ങളുണ്ടാവും. അപ്പം അങ്ങനെ കാര്യങ്ങളായിട്ട് പോകും. പിന്നെ നമുക്ക് ഈ വായനയിൽ നിന്ന് മാറി നിന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു റീഡേഴ്സ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ടൈം പീരീഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും മറികടക്കാനും കുറച്ച് പാടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് സമയമുണ്ടെന്ന് കരുതിയിട്ട് ആരും അങ്ങനെ വലിയതായിട്ട് ഇന്ന് ഇച്ചിരി സമയമുണ്ട് അപ്പം ഇന്നിരുന്ന് വായിക്കാം അങ്ങനെ വായിക്കാറില്ല. ഞാൻ അത്യാവശ്യം പടം വരയ്ക്കും. എനിക്ക് പടം വരയ്ക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ ഇന്ന് ഇച്ചിരി സമയമുണ്ട് എന്നാൽ പിന്നെ ഒരു പടം വരച്ചേക്കാം, അങ്ങനെയല്ല ആക്ച്വലി അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഇഷ്ടം സമയം മാത്രമല്ല, അത് നമുക്കൊരു മാനസികാവസ്ഥ, ഒരു മൂഡ് കിട്ടുന്നതല്ലോ. നമുക്ക് ഒരു നമ്മൾ എൻജോയ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം ആയിരിക്കണം എന്നൊരു ഇതുള്ളൂ. അല്ല, അപ്പോൾ അതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഈ റാൻഡമായിട്ട് പുസ്തകങ്ങൾ സെലക്ട് ചെയ്യുകയാണോ, മലയാളം മാത്രമാണോ, അതോ ഇംഗ്ലീഷ് വായിക്കുന്നുണ്ടോ? ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എങ്ങനെ പരിചയപ്പെടുത്തി? ഞാൻ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആക്ച്വലി. എനിക്ക് വെൻ ബ്രീത്ത് ബിക്കംസ് എയർ എന്ന് പറഞ്ഞിട്ട് പോൾ കലാനിധിയുടെ ഒരു പുസ്തകം, മലയാളമാണ് ഞാൻ ചെയ്തത്. പ്രാണൻ വായുവിൽ അലിയുമെന്നാണ് അതിന് മലയാളം തോന്നുന്നു. ഞാൻ ഇംഗ്ലീഷാണ് വായിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്. പിന്നെ ഖാലിദ് ഹുസൈനിയുടെ ബുക്സ് ഉണ്ട്, കൈറ്റ് റണ്ണർ, 1000 Splendid Suns ഒക്കെ. എനിക്കതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളാണ്. അതായത് ഭയങ്കരമായിട്ട് ഇംഗ്ലീഷിലേക്ക് കണക്ട് ആക്കിയ പുസ്തകങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഷൂ ഡോഗ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്, ഫിൽ നൈക്കിൻ്റെ ഓണറിൻ്റെ. അത് വായിച്ചിരിക്കേണ്ട, എനിക്ക് തോന്നിയിട്ടുള്ള വായിച്ചിരിക്കേണ്ട ഏറ്റവും നല്ല പുസ്തകങ്ങളിലൊന്നാണ് ആക്ച്വലി. ഒരു ബിസിനസ് മാൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു നല്ല എഴുത്തുകാരനാണ് അദ്ദേഹം എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പുസ്തകങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ റെക്കമെൻഡ് ചെയ്യുന്ന പുസ്തകങ്ങളുണ്ടാവും. അവിടെ ഇങ്ങനൊരു പുസ്തകമുണ്ട്, അതിൻ്റെ നീ ഒന്ന് വായിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും എഴുത്ത് വായിച്ചിട്ട് പുസ്തകങ്ങളെ പറ്റിയൊക്കെ നിരന്തരമായ എഴുത്ത് പത്രങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ മാസികകളിലാണെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുമല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് നമ്മളിങ്ങനെ ഇനി എപ്പോഴെങ്കിലും കിട്ടിയാൽ ഈ ബുക്ക് കിട്ടിയാൽ വായിക്കണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കുറിച്ചിടും. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ പിന്നീട് സമയം സാഹചര്യവും ഒക്കെ ഒത്തു വരുമ്പോഴായിരിക്കും അത് വായിക്കാൻ പറ്റുന്നത്. മറ്റുള്ളവരുടെ റീൽസ് കാണുമ്പോഴും ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും, എന്തെങ്കിലും എടുത്തിട്ട് വായിക്കണം. ഈ അതായത് പുതിയ പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വളരെ പർപ്പസ്ഫുള്ളായിട്ട് നോക്കാറുണ്ടോ? അതായത് നമ്മുടെ കയ്യിൽ തടയുന്ന പുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്ക് എനിക്ക് പുതിയ കുട്ടികൾ എന്തൊക്കെയാണ് വായിക്കുന്നതെന്ന് മനസ്സിലാക്കണം, അതിന് വേണ്ടിയിട്ട് വായിക്കണം. ഇപ്പം എനിവേ യു പീപ്പിൾ ആർ ഇൻഫ്ലുവൻസേഴ്സ്, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല കണ്ടൻറ്റ് കൊടുക്കണം, അതിനായിട്ട് ഞാൻ നല്ല കുറച്ച് പുസ്തകങ്ങൾ കൂടി വായിക്കണം, അങ്ങനെ വിചാരിക്കാറുണ്ടോ, അങ്ങനെ നോക്കാറുണ്ടോ?
ഇതിപ്പോൾ ഒരു പുസ്തകം വായിച്ചാൽ നെക്സ്റ്റ് ഡേ പോയി അതിൻ്റെ റീൽ എടുക്കണതല്ല. ചിലപ്പോൾ ഒരു 3 ബുക്ക് വായിച്ച് കഴിയുമ്പോഴായിരിക്കും ഓക്കെ എന്നാൽ ഇതിനെപ്പറ്റി ഒന്ന് ചെയ്യും. ചിലത് വായിക്കുമ്പോൾ തന്നെ തോന്നും കേട്ടോ, അത്രയ്ക്ക് നല്ലതാണെങ്കിൽ ഓക്കെ ഇത് 2 പേര് അറിഞ്ഞോട്ടെ, നല്ല പുസ്തകമാണെന്ന്. ചിലത് കുറേ നാളൊക്കെ കഴിഞ്ഞ് ഒരു 2 മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും എന്നാൽ അന്ന് വായിച്ച പുസ്തകം ഒന്ന് റീൽ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നത്. അതല്ലാതെ പേർപ്പസ്ഫുള്ളി പലപ്പോഴും ചെയ്യാറില്ല. ഇപ്പോൾ ചിലപ്പോൾ ചിലർ ആവശ്യപ്പെടാറുണ്ട് ഒന്ന് ചെയ്യാമോ എന്ന്. അത് തന്നെ വായിച്ചിട്ട് നമുക്ക് മറ്റൊരാൾക്ക് സജസ്റ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അത് ചെയ്യുന്നു. പിന്നെ വേറൊരാൾ അല്ലെങ്കിൽ കുട്ടികളെന്ത് വായിക്കുന്നു എന്നല്ല, യഥാർത്ഥത്തിൽ ഇപ്പോൾ കുറേ പുസ്തകങ്ങൾ, ഇഷ്ടംപോലെ പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ടല്ലോ. ഒരു കോമ്പറ്റീഷൻ ഫീൽഡായി മാറി ബാക്കിയുള്ളതിനേക്കാളെല്ലാം. അപ്പോൾ 10,000-100,000 പുസ്തകം, ഇത് ആർക്കെങ്കിലും ഇത് വായിച്ചു തീർക്കാൻ പറ്റുമോ? എന്തൊക്കെ വായനക്കാരിയാണെന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഈ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചു തീർക്കാൻ പറ്റില്ല. അതിൽ വളരെ കുറച്ച് പുസ്തകങ്ങളായിരിക്കും നമ്മൾ വായിക്കുന്നുണ്ടാവുക. അതിൽ തന്നെ ഒരു 10 പുസ്തകം കയ്യിൽ കിട്ടിയാൽ ചിലപ്പോൾ ഒരു 6 പുസ്തകമേ വായിക്കുന്നുണ്ടാവുള്ളൂ. ആ 4 എണ്ണം അവിടെ ഇരിപ്പുണ്ടാകും. അത് ചിലപ്പോൾ എന്തെങ്കിലും വായിക്കും, ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവില്ല. അതാണ് വാസ്തവം. അങ്ങനെ പുതിയ ജനറേഷൻ എന്താ വായിക്കുന്നത് നോക്കാറുണ്ടോ? പുതിയ ജനറേഷൻ എനിക്ക് ഓരോ കാറ്റഗറി. പുതിയ ജനറേഷൻ എന്ന് പറയുമ്പോൾ ശരൺ ഒരു 2K കിഡാണ്. യെസ്. എനിക്ക് ശരൺ എല്ലാം വായിക്കുന്നുണ്ടല്ലോ. ഞാൻ പുതിയതും പഴയതും ഒക്കെ വായിക്കാറുണ്ട്. എനിക്ക് പിന്നെയും കുറച്ചുകൂടി ഇഷ്ടം പഴയ ഈ നിയമ പുസ്തകങ്ങൾക്കിടയിൽ നിന്നും മറ്റു ഭയങ്കര കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാട്. അല്ല, അതാ ഞാൻ ചോദിച്ചത്, എപ്പോഴാണ് വായിക്കുന്നത്? അത് ഈ പറഞ്ഞതുപോലെ അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ റെഗുലറായിട്ട് വായിക്കാനുള്ള എന്ന് പറഞ്ഞതിൻ്റെ കാരണം റെഗുലറായിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നല്ല, പറ്റാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഈ പറഞ്ഞ നിയമത്തിൻ്റെ ഇടയ്ക്ക് ഇതിനുള്ള സമയം കണ്ടുപിടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ആക്ച്വലി. നമുക്ക് പുറത്തേക്ക് കാണുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ റീലിലും കാര്യങ്ങളിലും ഒക്കെ നല്ല ചിരിച്ച് കളിച്ച് നടക്കുന്നു എന്നുണ്ടെങ്കിലും പറഞ്ഞതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം കൂടെ ഓടിച്ചു പോകുന്നത് അത്രയ്ക്ക് എളുപ്പമുള്ള ഒരു കാര്യമല്ല. പിന്നെ എനിക്കൊരിടയ്ക്ക് നോൺ ഫിക്ഷൻ ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം അത് കുറച്ചുകൂടി ആൾക്കാർ അവരുടെ ലൈഫിൽ നിന്ന്, ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഓടി തളർന്നിങ്ങനെ ഇരിക്കുന്ന സമയമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളെപ്പോലെയുള്ളവർ ബാക്കിയുള്ളവർ എങ്ങനെയാണ് ഓരോ അവസ്ഥകളിൽ അതിജീവിച്ചതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ തരത്തിലുള്ള പുസ്തകങ്ങൾ കുറേ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു, കമ്പിളികണ്ടത്തെ കൽഭരണികൾ എന്ന് പറഞ്ഞിട്ട്. അത് ബാബു എബ്രഹാമിൻ്റെ. അദ്ദേഹം ഞാനൊരു ഇടുക്കിക്കാരൻ കൂടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഓരോരോ നോൺ ഫിക്ഷൻ ആയിട്ടുള്ള സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള എഴുത്തുകൾ, ഈ പറഞ്ഞ ഇംഗ്ലീഷിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു ഷൂ ഡോഗിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ നാദിയ മുറാദിൻ്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ലാസ്റ്റ് ഗേൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ അവരുടെ അനുഭവങ്ങൾ മറ്റുള്ളവരുടെയൊക്കെ അത് അറിയുമ്പോൾ നമ്മളെപ്പോലെയുള്ള ബാക്കിയുള്ളവരും ഈ പറഞ്ഞ ഒരുപാട് തിരക്കുകൾക്കോ അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ പ്രശ്നങ്ങളുള്ള ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ടെന്ന് അറിയുമ്പോൾ അവരെങ്ങനെയാണ് അതിനെ നേരിട്ടതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കാറ്റഗറി കുറേ വായിച്ചിരുന്നു. അല്ല, എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, നമ്മൾ ഇപ്പോൾ ഈ സാഹിത്യത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് എന്നല്ല, എഴുത്തിൻ്റെ രീതി ഒരു മാറ്റമുണ്ട് ശരിക്കും. ഈ സിനിമകളും ബാക്കിയെല്ലാം മാറിയതുപോലെ തന്നെ ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസമോ രണ്ടാമൂഴമോ പോലുള്ള എഴുത്തല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ എഴുതുന്നത്. അപ്പോൾ ഈ റാം കെയർ ഓഫ് ആനന്ദി ഹിറ്റായ ഒരു പുസ്തകമാണ്, കമ്പിളിക്കണ്ടത്തെ കൽഭരണികളും ഹിറ്റായൊരു പുസ്തകമാണ്. രണ്ടും ഇന്നത്തെ തലമുറ വായിച്ചിട്ടുള്ള 2 പുസ്തകങ്ങളാണ്. രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. ഒന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവമാണ്, മറ്റൊന്ന് ഒരു സിനിമ പോലെ ഒരു സിനിമാറ്റിക് നോവൽ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ 2 പുസ്തകങ്ങളും ഇന്നത്തെ തലമുറ വായിച്ചെന്ന് വെച്ചാൽ എഴുത്തിൻ്റെ രീതിയാണ്. വളരെ ലളിതമായിട്ടാണ് ഈ 2 പുസ്തകങ്ങൾ എഴുതിയത്. അത് അത്തരത്തിലുള്ള പുസ്തകങ്ങളാണ് ഇന്നത്തെ തലമുറ വായിക്കുന്നതാണ് തോന്നിയിട്ടുള്ളത്. കാരണം കടിച്ചാ പൊട്ടാത്ത സാഹിത്യം നോക്കി നിഘണ്ടു നോക്കി അതിൻ്റെ മീനിങ് എടുത്ത് വായിക്കാൻ ആരാണ് താല്പര്യപ്പെടുന്നത്? അപ്പോൾ എന്ത് സബ്ജക്റ്റ് ആണെങ്കിലും ലളിതമായിട്ട് എഴുതുന്നതാണ് വായിക്കുന്നതാണ് തോന്നുന്നത്. ഓക്കെ, ഈ പുസ്തകങ്ങൾ വായിക്കാനുള്ള സമയം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് പുസ്തകങ്ങൾ വാങ്ങാനുള്ള പണം. അപ്പോൾ എങ്ങനെ പൈസ ഒപ്പിക്കുന്നു? പുസ്തകങ്ങൾ വാങ്ങാൻ എന്തായാലും പൈസേൻ്റെ ആവശ്യമുണ്ടല്ലോ. ഞാനിപ്പോഴും ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ കോളേജ് ലൈബ്രറിയും സ്കൂൾ ലൈബ്രറിയും ഒക്കെ ആക്സസ് ഉള്ളതുകൊണ്ട് ഞാൻ പരമാവധി കോളേജ് ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്ത് വായിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ നാട്ടിൽ ലൈബ്രറി സെക്രട്ടറിയാണ്. ഞാൻ ലൈബ്രറി പ്രവർത്തനങ്ങളായിട്ട് ബാലസംഘമൊക്കെ ആയിട്ട് ബാലവേദിയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ലൈബ്രറി ഉണ്ട്. അപ്പോൾ ആ ലൈബ്രറിയുടെ പ്രവർത്തനവും ആ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുക്കുന്നു, വായിക്കുന്നു. പിന്നെ പറയുന്ന പോലെ അച്ഛൻ വീട്ടിലേക്ക് വായിക്കാൻ കൊണ്ടുവന്ന പുസ്തകങ്ങൾ അച്ഛൻ വായിച്ചു കഴിഞ്ഞ് വയ്ക്കുന്നതായിരിക്കും ഞാനെടുത്ത് വായിക്കുന്നുണ്ടാവും. അങ്ങനെ വായിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ബുക്ക് ഫെയറുകൾ വരുമല്ലോ, അപ്പോൾ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് പുസ്തകങ്ങൾ വാങ്ങുന്ന പരിപാടി ഉണ്ടല്ലോ.
അപ്പോൾ പറയുന്ന പോലെ പോയി വാങ്ങും, കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ പക്ഷേ എന്തെങ്കിലും സ്പെൻഡ് ചെയ്യാൻ മടി തോന്നാറില്ല കേട്ടോ. കാരണം ഞാൻ 10 വർഷം ഇവിടെ റെഡ് FM-ൽ RJ ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് സാലറി വരുന്നൊരു ദിവസം ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ പെൺപിള്ളേരെന്താ നോർമലി ചെയ്യുക, ഷോപ്പിംഗ്. ഇത് കഴിഞ്ഞിട്ട് എന്തും ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ പറയണ പോലെ പാർലറിലും ഷോപ്പിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ ഞാൻ നേരെ ബുക്ക് സ്റ്റോറിലായിരിക്കും പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു എമൗണ്ട് അവിടെയാണ് പോകുന്നത്. അന്ന് എന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു, എന്ത് കേടാണ്, എന്തിനാണ് ഇങ്ങനെ പുസ്തകം മേടിച്ച് കൂട്ടുന്നത്, നിനക്ക് ആ നേരത്ത് വല്ല ഡ്രസ്സും മേടിച്ചാൽ പോരെ. പക്ഷേ അന്നും അത് ഒരു ശമ്പളത്തിൻ്റെ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു ഭാഗം പുസ്തകത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു റിഗ്രറ്റ് ഒന്നും അന്നും ഇല്ല ഇന്നും ഇല്ല. അത് തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു, ഇപ്പോഴും പുസ്തകങ്ങൾ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ എന്നെക്കാൾ കൂടുതൽ എൻ്റെ മകനാണ്. കാരണം മലയാളം പുസ്തകങ്ങളെക്കാൾ വില കൂടുതൽ ഇംഗ്ലീഷ് പുസ്തകങ്ങൾക്കാണ്. അപ്പോൾ ഇവൻ വന്നിട്ട്, ഞാനൊക്കെ പണ്ട് പുസ്തകം എടുക്കുമ്പോൾ ആളുടെ പേര് നോക്കും, ടൈറ്റിൽ നമ്മൾ നോക്കുമല്ലോ, അതിൻ്റെ കൂടെ തന്നെ പുറകിൽ ഇതിന് എത്രയാണ് വില എന്ന് കൂടെ നോക്കും. കാരണം നമ്മുടെ ബഡ്ജറ്റ് ഇത് ഒത്തു പോകണമല്ലോ. അപ്പോൾ വില കൂടിയ പുസ്തകമാണെങ്കിൽ ഒരെണ്ണം എടുക്കും, വില കുറഞ്ഞതാണെങ്കിൽ 2 3 ഇങ്ങനെയാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ഇതറിയില്ല. ഇതിപ്പോൾ 750 രൂപയാണെങ്കിൽ 1000 രൂപയാണെങ്കിൽ ഒരു 5 പുസ്തകം എടുത്തിട്ട് അമ്മ ഇത് വലിയ ചെയ്യുന്ന പറയുമ്പോൾ പുസ്തകം ആയതുകൊണ്ട് നോ പറയാനും പറ്റില്ല. എന്നാലും നല്ലൊരു എമൗണ്ട് പോകുന്നുണ്ട്. പിള്ളേർ ഓരോന്ന് ശീലിപ്പിക്കുമ്പോൾ ആലോചിക്കണം. പിള്ളേർക്ക് നല്ല ശീലമാണല്ലോ. എനിക്ക് ഈ പറഞ്ഞ പോലെ ബുക്ക് വാങ്ങി വായിക്കാനാണ് ആഗ്രഹം. കാരണം വാങ്ങി നമ്മുടേതായിട്ടുള്ള ഒരു ലൈബ്രറി, നമ്മുടേതായിട്ടുള്ള ഒരു ശേഖരം ഉണ്ടാക്കാനാണ് ആഗ്രഹം. പക്ഷെ വില കാരണം അതങ്ങനെ ഒത്തുപോകുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് പുസ്തകങ്ങൾ. ഓക്കെ, ഇപ്പോൾ ആസ് ആൻ ഇൻഫ്ലുവൻസർ നിങ്ങൾക്ക് ഇതുവഴി ചെമ്പ് കിട്ടുന്നുണ്ടോ, കാശ് കിട്ടുന്നുണ്ടോ? ഓ ഇല്ല. കാരണം ഒന്ന്, ഇതൊരു വരുമാന മാർഗമായിട്ട് ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിത് മുഴുവനായിട്ടൊരു സർക്കാർ ഞങ്ങളോട് ചിറ്റമ്മ നയമാണ് കാണിക്കുന്നത്. എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഒരുപാട് ആഗ്രഹിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വായിക്കാൻ ഇഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ആ എക്സൈറ്റ്മെൻ്റ് ആണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. അത് ഒരു വരുമാന മാർഗത്തിലേക്ക് എത്തിയിട്ടില്ല. അതിനുള്ള ഒരു, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ നമുക്കങ്ങനെ വരുമാനമൊന്നും തരുന്നില്ല. പക്ഷേ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പുസ്തകം ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് ആൾക്കാർ നമ്മളോട് ഇഷ്ടപ്പെട്ട്, ഇത് നന്നായിട്ടുണ്ട്, എടാ നീ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഈ പുസ്തകം വായിച്ചത്, അല്ലെങ്കിൽ നീ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെപ്പറ്റി ആലോചിച്ചത് എന്നൊക്കെയുള്ള. പിന്നെ ഞാൻ ഒരു ഇടയ്ക്ക് ഒരു മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. അത് കഴിഞ്ഞ് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, ചേട്ടാ ഞങ്ങൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഇത് ഒരാളേലും പറഞ്ഞത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുണ്ട്, ഇത് ഓപ്പൺ അപ്പ് ആയിട്ട് പറഞ്ഞല്ലോ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനമുണ്ട്, അത് മാനസികമായിട്ടുള്ള ഒരു വരുമാനമാണ് ആക്ച്വലി. അത് ഭയങ്കര വലുതാണ്. അത് ഒറ്റ വാക്കിൽ പറയാം, ആത്മസംതൃപ്തി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ആത്മസംതൃപ്തി ഇട്ട് പുഴുങ്ങിയാൽ ചോറാവില്ല. പക്ഷേ എന്നോട് പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഞാനൊരു പുസ്തകം അതിൻ്റെ റിവ്യൂ ചെയ്യുന്നത് എൻ്റെ വീട്ടിലിരുന്നുകൊണ്ടല്ല. എൻ്റെ വീട്ടിലെ റൂമിൽ ഇരുന്നു കൊണ്ട് ഇന്ന് വരെ ഞാനൊരു പുസ്തകം റിവ്യൂ ചെയ്തിട്ടില്ല. ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കണ്ടൻറ്റ്, അതിൻ്റെ ഒരു പ്ലോട്ട് എവിടെയാണെന്ന് നോക്കിയിട്ട്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്തത് കൃഷ്ണകുമാറിൻ്റെ നൂറ്റാണ്ടുകളുടെ നാളുകൾ എന്ന് പറയുന്ന മാതൃഭൂമിയുടെ പുസ്തകമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയായിരുന്നു അത്. മധുര, രാമേശ്വരം, ധനുഷ്കോടി. അപ്പോൾ എനിക്ക് വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ചെയ്യണം തോന്നി. അപ്പോൾ ആൾക്കും താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എന്തെങ്കിലും വെക്കേഷൻ ആയാൽ പൊതുവേ യാത്രകൾ കുറച്ച് ചെയ്യുന്ന ആളാണ്, എന്നാൽ പിന്നെ വീട്ടിലിരുന്ന് ചെയ്യേണ്ട, നമുക്കിങ്ങനെ അങ്ങനെ മധുര, രാമേശ്വരം, ധനുഷ്കോടി പോയ സമയത്ത് 3 സ്ഥലങ്ങളിൽ നിന്നിട്ടാണ് ഞാൻ ആ ഒരു പുസ്തകം റീൽ ചെയ്തത്. ചിലത് അപ്പോൾ എല്ലാവരുടെയും ധാരണ പുസ്തകം ചെയ്യാനായിട്ട് യാത്രകൾ നടത്തുന്നു, അങ്ങനെ നടത്തിയിട്ടില്ല എന്നല്ല, അതും യാത്രകൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിലെനിക്ക് എടുത്തു പറയാവുന്ന ഒരു പുസ്തകമാണ് രാജശ്രീ ടീച്ചറുടെ ആത്രയേകം. എനിക്ക് വായിച്ചത്. അല്ല, ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, സോണിയ ചെറിയാൻ്റെ ഒരു ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു അല്ലേ ഒരു മൊണാസ്ട്രിയിൽ പോയി ചേച്ചി അത് പറഞ്ഞിരുന്നു. അതെ, അത് ആ പുസ്തകം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇങ്ങനത്തെ പുസ്തകങ്ങൾ ഇപ്പം ഇന്ന് ഞാൻ ഒറ്റ ഇരിപ്പിനെ വായിച്ചു എന്ന് പറഞ്ഞില്ല ആ പുസ്തകം. പക്ഷെ ഞാനത് ചെയ്തത് എനിക്ക് തോന്നുന്നു ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ്. കാരണം അവിടെ എത്താൻ എനിക്ക് അതൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ കണ്ണൂരിൽ നിന്ന് കൊടകിലേക്ക് വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ കൂർഗ് പോയി അവിടുത്തെ മൊണാസ്ട്രിയിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ആ പുസ്തകം ചെയ്തത്. അത്രയും അങ്ങനെയായിരുന്നു. അതും ചിലത് പ്ലാൻ ചെയ്ത് പോകുന്നതാണെങ്കിലും ഇതങ്ങനെയല്ല. ഇത് ഞാൻ എൻ്റെ അച്ഛൻ-പെങ്ങൾക്ക് വായിക്കാൻ വേണ്ടി എൻ്റെ ബാഗിലെടുത്ത് വെച്ചതാണ്. ഞാൻ ഹംപി യാത്രയിൽ ഞാനിങ്ങനെ ഇത് വായിച്ചപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഞാനിത് എവിടെ ഇരുന്ന് ചെയ്യും, വീട്ടിലിരുന്ന് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഹംപിയിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ സ്റ്റേ എന്ന് പറയുന്നത് വിരുപക്ഷ ക്ഷേത്രത്തിൻ്റെ പുറകിലായിരുന്നു. ഒരു സന്ധ്യാസമയത്ത് അവിടെ എത്തണത്. അപ്പോൾ ഇവിടങ്ങളിൽ കാണാത്ത രീതിയിലുള്ള അമ്പലങ്ങളും
കാര്യങ്ങളുമാണ് ഹംപിയിലുള്ളത്. അപ്പോൾ ഞാൻ വണ്ടിയിൽ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ ക്ഷേത്രം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ അപ്പോൾ തോന്നി, ഓക്കെ ഇത് തന്നെ എൻ്റെ യാത്രയേകം. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് 6 മണിക്ക് അമ്പലത്തിൽ ചെന്നിട്ടാണ് അത് ചെയ്തത്. അപ്പം അങ്ങനെ ചിലത് അറിയാതെ വന്ന് പെടാറുണ്ട്, എന്നാലും ഭൂരിഭാഗവും ആ രീതിയിലുള്ള പ്ലോട്ടുകൾ വെച്ചിട്ട്. അപ്പം ഈ ചോദ്യം ചോദിക്കാറുണ്ട് പലരും, ഈ പറയണ എന്താണ് സാറ്റിസ്ഫാക്ഷൻ ഇട്ട് പുഴുങ്ങിയാൽ ചോറാകുമോ ചോദിക്കും. പക്ഷെ ഒരിഷ്ടം. അതിന് കുറച്ച് സജഷൻ കൈൻഡ് ഓഫ് ചോദ്യങ്ങളാണ്. അതായത് നിങ്ങളുടെ അഭിപ്രായം, അതൊരു വായനക്കാർക്ക് കൊടുക്കാനുള്ളൊരു സജഷൻ കൂടിയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാരാണ് മലയാളത്തിൽ? അങ്ങനെ ഒരാളുടെ പേര് പറയാം, ഒരാളുടെ പേര് പറയണം, കഷ്ടമുണ്ട്. എനിക്ക് മുൻപ് ഞാൻ പറയാം, എനിക്ക് സുഭാഷ് ചന്ദ്രനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനുഷ്യനൊരാമുഖം വായിച്ചിട്ട് എങ്ങനെയെങ്കിലും ഈ മനുഷ്യനൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് നടന്ന ഒരാളായിരുന്നു ഞാൻ. കാരണം അന്ന് ഇത്ര ഈസി ആയിട്ട് എഴുത്തുകാരെ കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ റേഡിയോയിൽ നിന്ന് വിളിച്ചു, എനിക്കൊരു ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ആദ്യം ചോദിച്ചത്, നിങ്ങൾ RJC ഈ പുസ്തകമൊക്കെ വായിക്കുമോ, പ്രത്യേകിച്ചിട്ട് മനുഷ്യനൊരാമുഖം പോലത്തെ ഒരു പുസ്തകമൊക്കെ വായിക്കുമോ എന്നായിരുന്നു. അതിന് മുൻപ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കരഞ്ഞ് നിലവിളിച്ചിട്ടുണ്ട്, എനിക്ക് മാധവിക്കുട്ടിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒരു മാധവിക്കുട്ടിയെയോ സുഭാഷ് ചന്ദ്രനെയോ കൊണ്ടുപോയി കാണിക്കുന്ന വീട്ടുകാരായിരുന്നില്ല എൻ്റേത്. അതുകൊണ്ട് മാധവിക്കുട്ടിയെ പിന്നെ കാണാൻ പറ്റിയില്ല. സുഭാഷ് ചന്ദ്രനെ ഞാൻ കലൂർ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനാണ് സുഭാഷ് ചന്ദ്രൻ. ഇപ്പോൾ ഏറ്റവും പുതിയ തലമുറയിൽ എഴുതുന്ന ഒരു ഈ അഖിൽ പി ധർമ്മജൻ, നിമ്ന വിജയ്, പുണ്യ CR അങ്ങനെയൊക്കെയുള്ള ആ ഒരു ജനറേഷനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരായിരിക്കും? ഏറ്റവും വായിച്ചിട്ടുള്ളത്? ഈ പറയുന്ന എല്ലാവരുടെയും പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. പുണ്യയുടേതാണെങ്കിലും കൊളം കരാക്കൊളം എനിക്കിഷ്ടപ്പെട്ട പുസ്തകമാണ്. സിത്താരയുടെ പുസ്തകം എനിക്കിഷ്ടമാണ്. അഖിലിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഈ റാം കെയർ ഓഫ് ആനന്ദി. ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പുസ്തകം തന്നെയാണ്. ലാസ്റ്റ് മലയാളി അല്ലാത്ത രവി മന്ത്രിയുടെ ഒരു പുസ്തകം വരെ ഉണ്ടായിരുന്നല്ലോ, അത് ഭയങ്കര ഹിറ്റായി കേരളത്തിൽ. അത് കേരളത്തിൽ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു പ്രേമലു അമ്മ പ്രേമലു എന്ന് പറയുന്ന പുസ്തകം. ഇതിൻ്റെയൊക്കെ പ്രത്യേകത ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള എഴുത്താണ്. കാരണം അവർ ഇന്നത്തെ തലമുറയാണല്ലോ, അവർക്കൊരിക്കലും MT വാസുദേവൻ നായരെ പോലെയോ അല്ലെങ്കിൽ തകഴിയെ പോലെ എഴുതാൻ പറ്റില്ല. കാരണം അവർ കണ്ടു വളർന്നതും പഠിച്ചതുമായിട്ടുള്ള ഭാഷയാണ് അവരുപയോഗിക്കുന്നത്. ഇന്നത്തെ തലമുറയിൽ ഒരാളെന്നില്ല, എല്ലാവരും അസലായിട്ട് രസമായിട്ട് എഴുതുന്നതാണ്. അതായത് ഒരു കാലഘട്ടം ജീവിച്ച ജീവിതമായിരിക്കില്ലല്ലോ അടുത്ത കാലഘട്ടം ജീവിക്കുക. ഇപ്പോൾ PV ഷാജികുമാർ അദ്ദേഹം എഴുതി തുടങ്ങിയതിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം പുള്ളി പറയുന്നത്, MT വായിച്ചിട്ട് MT പോലെ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പത്തായപ്പുര തപ്പി നടന്നു എന്നാണ്. കാര്യം പത്തായപ്പുരയിൽ ഇരുന്നിട്ടൊക്കെ എഴുതുക, പത്തായപ്പുരയില്ല പിന്നെ ഞാനെങ്ങനെ എഴുതും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരനാണ്? എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരാളായിട്ട് അങ്ങനെ പറയാനില്ല, പക്ഷേ 1-2 ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു. അതായത് എനിക്ക് ബഷീറിനെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുട്ടി, അതായത് കുട്ടി ലൈബ്രറിയിലേക്ക് പോകുന്നു. അപ്പോൾ ആ കുട്ടി ലൈബ്രറിയനോട് ചോദിക്കുന്നതും ലൈബ്രറിയൻ അല്ലാതെ തന്നെ സ്വാഭാവികമായിട്ട് ആദ്യം എടുത്തു കൊടുക്കുന്നതും ഒരു 90% ബഷീറിൻ്റെ പുസ്തകങ്ങളായിരിക്കും. അത് കേരളത്തിൽ തർക്കമില്ലാത്തൊരു കാര്യമാണ്. അതെല്ലാ മേഖലയിലും ഈ പറഞ്ഞതുപോലെ ചില ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ക്രിക്കറ്റിൽ സച്ചിൻ ഒരുപാട് റെക്കോർഡ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ആ റെക്കോർഡ് നാളെ ആരെങ്കിലും വന്നിട്ട് തകർക്കുമായിരിക്കും. സച്ചിൻ്റെ റെക്കോർഡ്, സച്ചിനെ കഴിഞ്ഞ് റൺ എടുക്കുന്നവരുണ്ടാവും, 6 അടിച്ചവരും 4 അടിച്ചവരും ഒക്കെ ഉണ്ടാവും. പക്ഷേ സച്ചിൻ ഇന്ത്യയുടെ ലോകത്തിൽ ക്രിക്കറ്റ് ഫാൻസിൻ്റെ ഇടയ്ക്ക് നേടിയെടുത്തിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് തകർക്കുക എളുപ്പമല്ല. അതൊരു വികാരം കയറിയതാണ്. അതുപോലൊരു വികാരമാണ് വായനക്കാർക്ക് ബഷീർ എന്ന് പറയുന്നത്. ആ ഒരു അർത്ഥത്തിൽ എനിക്ക് ബഷീറിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബഷീറിൻ്റെ എഴുത്ത് ഒരു കുട്ടിക്കും വായിക്കാം, വാർദ്ധക്യത്തിലെത്തിയ ആൾക്കും വായിക്കാവുന്ന തരത്തിൽ, ഏത് കാലഘട്ടത്തും വായിക്കാവുന്ന തരത്തിലുള്ള പുസ്തകങ്ങളാണ്. പിന്നെ MT രണ്ടാമൂഴം എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ ഒരു എഴുത്താണ്. പിന്നെ ഉള്ളത് M. മുകുന്ദൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എനിക്ക് ചില സമയത്ത് പറഞ്ഞ് നമ്മുടെ റീഡേഴ്സ് ബ്ലോക്ക് വരുന്നത്, ഇത് കഴിയുമ്പോൾ ഞാൻ ഓരോ തവണയും ചെല്ലുന്നത് ഈ പറഞ്ഞ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ വായിക്കാനാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് സ്കൂളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, കോളേജിലെത്തിയിട്ട് വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് PG സമയത്ത് വായിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെയും ദാസനും ഈ വെള്ളിയാങ്കല്ലും ഒക്കെ ഭയങ്കര ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. പിന്നെ മനുഷ്യൻ്റെ ആമുഖം,
ആ ഒരു ഒറ്റ പുസ്തകം ഉണ്ടല്ലോ മനുഷ്യൻ്റെ ആമുഖം, എനിക്ക് തോന്നുന്നു സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന എഴുത്തുകാരന് ജീവിതത്തിൽ ആ ഒരു ഒറ്റ പുസ്തകം എഴുതിയിട്ടുള്ളെങ്കിൽ പോലും അത് മതി എന്ന് എനിക്ക് തോന്നിയൊരു പുസ്തകമാണത്. കാരണം ഒരു മനുഷ്യജീവിയുടെ A to Z ആയിട്ടുള്ള കാര്യങ്ങളടക്കം എല്ലാത്തരം ഒരു പുസ്തകത്തിനകത്തേക്ക് ഉൾപ്പെടുത്തി ആ ഒരു ഇത്രയും കാലഘട്ടത്തെ പറഞ്ഞു വെക്കുക എന്ന് പറഞ്ഞത് അസാമാന്യമായിട്ടുള്ള ഒരു പ്രതിഭാശാലിയായിട്ടുള്ള ഒരാൾക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് സൂസന്നയുടെ ഗ്രന്ഥപുര എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്, അജയ് പി ഹൊങ്ങാട്ടിൻ്റെ. അതിലൊരുപാട് പുസ്തകങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഞാനൊരു പേപ്പറും പേനയും എടുത്തിട്ട് എഴുതാൻ നോക്കിയിട്ടുണ്ടായി. അതായത് ഈ പുസ്തകങ്ങൾ, ഇതിനകത്ത് പറയുന്ന പുസ്തകങ്ങളുടെ പേര് പകുതി എത്തുമ്പോൾ ഞാൻ നിർത്തിയ പരിപാടി. കാരണം നമുക്ക് എഴുതി തീർക്കാൻ പറ്റാത്തത്ര രീതിയിൽ ഒരുപാട് പുസ്തകങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എത്രമാത്രം പുസ്തകങ്ങളാണ് ഈ എഴുത്തുകാരൻ വായിച്ചിട്ടുള്ളത്, അദ്ദേഹം വായിച്ചിട്ടുള്ളതെന്ന്. അതായത് നമ്മളിപ്പോൾ ഈ പറയുന്ന ഒരു 5 പുസ്തകം വായിച്ചിട്ടും ഞാൻ ഇന്ന് ഒരുപാട് വായിച്ചു എന്ന രീതിയിൽ ഇരിക്കുമ്പോഴത്തേക്കും ഇത് 100 പുസ്തകം വായിച്ച ഒരു മനുഷ്യൻ, അതെനിക്ക് തോന്നുന്നു അതിൻ്റെ ആമുഖത്തിൽ എന്തോ പറയുന്നുണ്ട്, ഈ പുസ്തകം ഞാൻ ഇതുവരെ വായിച്ചിട്ടുള്ള എല്ലാ എഴുത്തുകാർക്കുള്ള എൻ്റെ സമർപ്പണമാണെന്ന രീതിയിൽ എന്തോ ഒരു ഡയലോഗും പറയുന്നുണ്ട്. പിന്നെ ഈ ബെന്യാമിൻ്റെ ആടുജീവിതം അടക്കമുള്ള പുസ്തകങ്ങൾ, അങ്ങനെ ഓരോ പുസ്തകങ്ങളാണ് എനിക്ക് ബേസിക്കലി അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ ഓരോ എഴുത്തുകാരും, അങ്ങനെ ഒരു പ്രത്യേക എഴുത്തുകാരി എന്നുള്ള രീതിയിലില്ല. പുതിയ ജനറേഷൻ ഞാൻ ഒരുപാട് പുതിയ പുസ്തകങ്ങൾ അങ്ങനെ വായിച്ചിട്ടില്ല. ഈ പറഞ്ഞ പോലെ റാം കെയർ ഓഫ് ആനന്ദി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ്. അത് വായിച്ചപ്പോഴും പറഞ്ഞ പോലെ ഒരു സിനിമ കാണുന്ന ഒരു ഫീലിലേക്കാണ് എത്തിപ്പെട്ടത്. അപ്പോൾ പിന്നെ ഈ പുസ്തകങ്ങളല്ലാതെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ എഴുതുന്ന ആൾക്കാർ, അവർ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടാവില്ല, പക്ഷെ ചില റൈറ്റപ്പുകൾ ഉണ്ടാക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി. ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോകളുടെ ക്യാപ്ഷൻ ഞാൻ വളരെ ശ്രദ്ധിക്കും. ഫോട്ടോ ഇടുന്നത്, അതിൻ്റെ മ്യൂസിക്, ക്യാപ്ഷൻ, ഇത് നല്ല രീതിയിൽ ഇടുന്ന ചില പ്രൊഫൈലുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ നോക്കിയാൽ ക്യാപ്ഷൻ വായിക്കാൻ വേണ്ടി മാത്രം ചില അക്കൗണ്ടുകൾ എടുത്തു നോക്കും. ഇവർ പുസ്തകങ്ങളായിട്ട് ഇറക്കിയിട്ടുണ്ടാവില്ല, ഒരു പബ്ലിക്കേഷനുകളും ഉണ്ടാവില്ല, ഇവർ എഴുത്തുകാരായിട്ട് കാണില്ല. പക്ഷേ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാം, അതാണ് എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയ തുറന്നു തരുന്ന ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിങ്ങൾക്ക്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അവിടെ എഴുതാം. ആ എഴുത്ത് കാണുമ്പോൾ നമ്മൾ ആലോചിക്കും എത്ര രസമുള്ള എഴുതി. Can you name someone in social media? ശരൺ രാജീവ് പെട്ടെന്ന് എനിക്കത് മാത്രമേ വന്നുള്ളൂ. ഇപ്പോൾ ശരണിൻ്റെ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ ഒരുവൻ്റെ എക്കാലത്തെയും ഹിറ്റ് ഒരു റീൽ എന്ന് പറയുന്നത് ഒരിക്കൽ എന്ന് പറയുന്ന പുസ്തകത്തിനെ കുറിച്ചായിരിക്കും. അപ്പോൾ ആ ഒരിക്കൽ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ റീൽ ചെയ്തതിന് ശേഷം ഉണ്ടായൊരു ഇമ്പാക്റ്റ് ഇൻ ദ സെൻസ്, ആ പുസ്തകം വീണ്ടും പ്രിൻ്റ് ചെയ്യപ്പെട്ടോ, എന്താണ് സംഭവിച്ചത്? ഒരുപാട് പേര് അത് പിന്നീട് വായിക്കുകയുണ്ടായോ? നിങ്ങൾക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് എന്തായിരുന്നു? എനിക്ക് ഇത് ആദ്യം മുതൽ പറയുകയാണെങ്കിൽ, ഈ പുസ്തകം ഞാൻ വാങ്ങാൻ പോയ സമയത്ത് ഇത് അവൈലബിൾ അല്ലായിരുന്നു. അവൈലബിൾ അല്ലാത്തൊരു സമയത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നു, ആ വീഡിയോ പറയുന്ന പോലെ ഒരുപാട് പേരിലേക്ക് എത്തുന്നു. അത് സ്വാഭാവികമായിട്ട് ആൾക്കാരൊക്കെ വിളിച്ചറിയിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടി. പിന്നീടാണ് അറിയുന്നത് അതിലും കടന്ന് പിന്നെയും പ്രിൻ്റ് ചെയ്യുന്നു, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, പുസ്തകം തിരിച്ചു വരുന്നു. അതായത് അച്ചടി നിർത്തിയ ഒരു പുസ്തകം പിന്നെയും മാർക്കറ്റിലേക്ക് എത്തുന്നു, ആൾക്കാരിലേക്ക് എത്തുന്നു, അത് പുതിയ ഒരുപാട് മനുഷ്യർ വായിക്കുന്നു. ആ വായിക്കുന്നതിനുള്ള ഒരു കാരണമായത് നമ്മുടെ ശബ്ദവും നമ്മുടെ ഒരു വീഡിയോയുമാണ് എന്നറിയുമ്പോൾ അതിലേക്കൊരു ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടുള്ള മറ്റൊരു ആത്മസംതൃപ്തി. അല്ല, അതും ഇന്നത്തെ തലമുറയും പഴയ തലമുറയും ഒരുപോലെ വായിച്ചു. അതെ അതെ, തീർച്ചയായും. നമ്മളൊരു കാര്യത്തിന്, ഒരു നല്ല കാര്യത്തിന് കാരണക്കാരനാകുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ അതായത് ഇപ്പോൾ ആർ.ജെ. ചച്ചുവിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാനിങ്ങനെ പുസ്തകത്തെക്കുറിച്ച് അറിയുന്നത്, അല്ലെ പുസ്തകം വായിക്കുന്നത്. അങ്ങനെ വിളിച്ച് പറയാറുണ്ടോ ആളുകൾ? മെസ്സേജ് ചെയ്യാറുണ്ട്, പേഴ്സണൽ മെസ്സേജ് ചെയ്യാറുണ്ട്. ഞാൻ കമ്പിളിക്കണ്ടം വായിച്ചതിൻ്റെ നെക്സ്റ്റ് ഡേ ഞാൻ ഒരു സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ അന്ന് ബഷീർ അനുസ്മരണത്തിന് വിളിച്ചതായിരുന്നു. അന്ന് ഞാൻ കുട്ടികൾക്ക്, എന്നോട് അവിടുത്തെ ഹെഡ് മാഷ് പറഞ്ഞു, കുട്ടികളൊക്കെ ചിലപ്പോൾ ഉറങ്ങിപ്പോവും. കാരണം 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികളുണ്ട് ഓഡിറ്റോറിയത്ത്. കുഞ്ഞു മക്കൾ ചിലപ്പോൾ ഉറങ്ങിപ്പോകും. അപ്പോൾ ആർജി ആയതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ പിള്ളേരെ ഒന്ന് എഴുന്നേൽപ്പിക്കണം, ഉറക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഊഴ എത്തിയപ്പോൾ എനിക്കറിയാം ഈ കുട്ടികളോട് ഘോരം പ്രസംഗിച്ചാലും കുഞ്ഞുങ്ങൾക്ക് കേൾക്കില്ല. അപ്പം ഞാൻ ഈ കമ്പിളിക്കണ്ടത്തിലെ കൽഭരണികളിലെ ഒരു സിറ്റുവേഷനാണ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു, ഞാനത് പൊലിപ്പിച്ച് പറയുമ്പോൾ കുട്ടികളുടെ കണ്ണുകൾ ഇങ്ങനെ വികസിക്കുന്നതും ഉറക്കം തൂങ്ങിയവരൊക്കെ ഒന്ന് എഴുന്നേറ്റിരിക്കുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞ് വന്നിരുന്നു, ഞാൻ പോകാൻ നേരത്തെ അവിടുത്തെ 2-3 ടീച്ചേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു,
ഞങ്ങൾ പറയുകയായിരുന്നു, അയ്യോ ഈ പുസ്തകം ഒന്ന് വായിക്കണമല്ലോ. കാരണം അത് അത്രയും നല്ലൊരു പുസ്തകമാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഓഥർ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനുശേഷം ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കി ആ ഒരു പുസ്തകം. അതിനുശേഷം തോന്നുന്നു വി ഡി സതീശൻ സാറൊക്കെ അത് ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഓക്കെ, അവസാനത്തെ ചോദ്യമാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു 3 പുസ്തകങ്ങൾ. ഈ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ ആൾക്കാർ വായിച്ചാൽ കൂടുതൽ നന്നാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായി. പക്ഷേ എല്ലാവരും വായിച്ചിരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അത് കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഇന്ത്യയുടെ ഭരണഘടന. അത് എല്ലാവരും പ്രായഭേദമന്യേ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണെന്ന്, ഒരു നിയമവിദ്യാർത്ഥി ആയത് എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, ഇന്ത്യയിലെ ഒരു സിറ്റിസൺ ആണ് എന്നുള്ളത് കൊണ്ടും നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയണം എന്നുള്ളത് കൊണ്ടും എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം അല്ലെങ്കിൽ വായിച്ചിരിക്കേണ്ട ഒന്ന് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. 2 കൂടി ഒരു പുസ്തകമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാം കവറായി കേട്ടോ. ഇന്ത്യൻ ഭരണഘടന പറഞ്ഞതോടുകൂടി എല്ലാം കവറായി. അതല്ലാത്തൊരു പുസ്തകം പറയും. ഇന്ത്യൻ ഭരണഘടന വായിച്ചാൽ തന്നെ പകുതി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് എന്നുള്ളതാണ്. പരിഹാരത്തിനല്ലല്ലോ എല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ഇന്ത്യൻ ഓക്കെ, ഭരണഘടന. 2 കൂടി. ഷൂഡോഗ് ഒരു നല്ല ഓപ്ഷനാണ്. കാരണം നിങ്ങളൊരു ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ നിങ്ങൾ സഞ്ചരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്, വായിച്ചിരിക്കാവുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു പുസ്തകമായിരിക്കും ഷൂഡോഗ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമൂഴം ഒരു കൃതിയെ എങ്ങനെ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കാം എന്നുള്ളത്, അത് കുറച്ചുകൂടി ഒരു പുതുതായിട്ട് വായിക്കുന്ന ആൾക്കാർക്ക് അത്ര പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നൊരു പുസ്തകമായി എന്ന് വരില്ല. പക്ഷേ MTയുടെ ഒരു എഴുത്തിൻ്റെ ശൈലിയുണ്ട്, അത് വളരെ മനോഹരമാണ്. വായിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും വായിച്ചാൽ അത് സമയം നഷ്ടപ്പെടില്ല. കുറേ പുസ്തകങ്ങളെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതിൽ ഒരു പുസ്തകം സജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും ഈ പറയുന്നത് പോലെ എല്ലാവരും വായിച്ച അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ ഖസാക്കിൻ്റെ ഇതിഹാസം, ആൽക്കമിസ്റ്റ് ഒക്കെ പോലുള്ള അതെല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ കഥകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുക KR മീരയുടെ കഥകൾ വളരെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. അത് ഇന്നത് എന്നില്ല, അസാധ്യമായിട്ട് നല്ല ഭംഗിയുള്ള കഥകളാണ് KR മീരയുടേത്. അതുപോലെ തന്നെ ഞാൻ എക്കാലത്തും അന്നും ഇന്നും പറയുന്ന ഒരു പുസ്തകമാണ് മനുഷ്യനൊരാമുഖം. അത് തീർച്ചയായിട്ടും ഏത് കാലഘട്ടത്തിലുള്ള ഒരാളാണെങ്കിൽ ഇന്നത്തെ കുട്ടികളാണെങ്കിൽ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. പിന്നെ ഒരെണ്ണം കൂടി സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇഷ്ടം പോലെ പുസ്തകങ്ങളുണ്ട്. അതിൽ സജസ്റ്റ് ചെയ്യാം. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ മികച്ച പുസ്തകങ്ങൾ എഴുതുന്ന ഷാജികുമാറിൻ്റെ മരണവംശം ഇതുപോലെ തന്നെ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. കാരണം അത് ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണോ നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, ആ നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന ഒരു അനുഭൂതിയാണ് നമുക്ക് ആ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇതൊക്കെയാണ് സജസ്റ്റ് ചെയ്യുന്നത് എന്നല്ല, പെട്ടെന്ന് ചോദിക്കുമ്പോൾ പറയാൻ പറ്റുന്ന പുസ്തകങ്ങൾ. ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യങ്ങളൊക്കെ അവസാനിച്ചു, നമ്മളുടെ പരിപാടി അവസാനിക്കുകയാണ്. ഒരിക്കൽ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനെ ഒരു പുസ്തകത്തിനെ തിരിച്ചു കൊണ്ടുവന്ന, ഒരുപാട് കാലത്തിന് ശേഷം തിരിച്ചു കൊണ്ടുവന്ന, ഒരുപാട് പുസ്തകങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്ന, വായിക്കാൻ പ്രേരിപ്പിക്കുന്ന 2 പേർക്കും ഇനിയും അത് തുടരാൻ കഴിയട്ടെ. ഇനിയും ഒരുപാട് പുസ്തകങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ള റീലുകൾ ഞങ്ങൾക്ക് കാണാൻ കഴിയട്ടെ. ആശംസിക്കുന്നു. നന്ദി.